അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളിപ്പോൾ ഉള്ളത് യുടെ ദുബായ് സ്റ്റുഡിയോയിലാണ്. നമ്മുടെ കൂടെ ഷാനുണ്ട്. ഇന്ന് നമ്മുടെ ഒരു പോഡ്കാസ്റ്റായിട്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് സാധാരണയായിട്ട് മണ്ടത്തരമാണെന്ന് നാസ്തികരൊഴികെ എല്ലാവർക്കും അറിയാവുന്ന തരത്തിലുള്ള കുറേ ചോദ്യങ്ങളും വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷാനുവിനോട് ഇതിൻ്റെ ബേസിക്കായിട്ട് അവർ പറയുന്ന കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ സി രവിചന്ദ്രനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല. അദ്ദേഹം കേരളത്തിലെ ഈ എത്തീസത്തിൻ്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട മുഖമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ശരിക്കും അദ്ദേഹം പോപ്പുലർ ആവുന്ന എൻ്റെയൊക്കെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹം കുറേ മോക്കറി വേർഡ്സ് പഠിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനകത്ത് ഒരു റീസൺ ഉണ്ടാവില്ല, ഒരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു സൗണ്ട്നെസ് ഒന്നും നമുക്ക് തോന്നില്ല. വളരെ എനിക്ക് തോന്നുന്നത് ഒരു അടിസ്ഥാനപരമായിട്ട് കുറച്ച് ഫിലോസഫിക്കൽ നോളജുള്ള ആളുകൾക്ക് ഒറ്റ വട്ടം കേട്ട് കഴിഞ്ഞാൽ തന്നെ മണ്ടത്തരമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളെയൊക്കെ അദ്ദേഹം ചില മോക്കറി ടേംസ് യൂസ് ചെയ്തുകൊണ്ട് ചില കഴ്സിങ് വേർഡ്സൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ സ്റ്റേജിൽ നിന്നിപ്പോൾ ഈ സ്റ്റാൻഡപ്പ് കൊമേഡിയൻസൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു നിലവാരമാണ് അതിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് പലപ്പോഴും ഈ ചാനൽ ചർച്ചകളിലും മറ്റു ഇതിലൊക്കെ വന്ന് അദ്ദേഹം ഇങ്ങനെ വളരെ കോൺഫിഡൻസോടുകൂടെ പറയാറുണ്ട്. അപ്പോൾ ആ സ്വഭാവത്തിലുള്ളൊരു വാദമാണ് ഈ മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും കോപ്പേ ആണെന്നുള്ളത്. അത് എനിക്ക് തോന്നുന്നു ഒരു 100 വട്ടം അദ്ദേഹത്തിൻ്റെ വിഷയാവതരണങ്ങൾ ആവർത്തിച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസിലും ഡിസ്കഷൻസിലും ഒക്കെ അതിങ്ങനെ ആവർത്തിച്ച് വരുന്നുണ്ട്. ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊപ്പേ കൊതി ഞാൻ പേടി നോട്ട് കോപ്പേ. ശരിക്ക് ഈ കൊപ്പയെന്ന് പറയുന്നത് കൊണ്ട് മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും കൊതിപ്പിക്കലും പേടിപ്പിക്കലുമാണ്. സോ അതിനപ്പുറത്തേക്ക് കാര്യമില്ല എന്നുള്ള. അപ്പോൾ അത് ശരിക്കും എങ്ങനെ നമുക്കതിനെ കൗണ്ടർ ചെയ്യാം? ഷാൻ എന്ത് വിചാരിക്കുന്നത്? തീർച്ചയായും ഇപ്പം ഒന്നാമത് നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ മൂപ്പരുടെ കോൺഫിഡൻസ് ആണ്. അത് എത്ര വലിയ മണ്ടത്തരം പറഞ്ഞാലും യാതൊരു അടിസ്ഥാനമില്ലാത്ത കാര്യം പറഞ്ഞാലും ഒക്കെ തന്നെ ഭയങ്കര കോൺഫിഡൻസ് ആണ് ആൾക്ക് എന്നുള്ളതാണ്. അത് എന്താണ് നമുക്ക് അസൂയ തോന്നിപ്പോകുന്ന രീതിയിലുള്ളൊരു കോൺഫിഡൻസ് ആണ് ആക്ച്വലി. തീർച്ചയായും മതം എന്ന് പറഞ്ഞാൽ കൊതിപ്പിക്കലും പേടിപ്പിക്കലുമാണ് എന്നുള്ളത് എന്താണ്, അത് മാത്രമാണ് മതം. അതിൽ പിന്നെ വേറെ ഒന്നും ഇല്ല എന്നുള്ളത് വെറും ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഒരു വാദം മാത്രമാണ്. അതിന് തെളിവുകൾ മുന്നോട്ട് വെക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായും തെളിവുകൾ നയിക്കുന്നത് നാസ്തികതയിലേക്ക് എന്ന് പറയാറുണ്ടെങ്കിലും തെളിവുകളൊന്നും നമ്മൾ കാണാറില്ല, ഇങ്ങനെയുള്ള വാദങ്ങളാണ് കാണാറുള്ളത് എന്നുള്ളതാണ്. അതുപോലെ എനിക്ക് കോമഡി ആയിട്ട് തോന്നുന്നത് കൊതിപ്പിക്കലാണ് പേടിപ്പിക്കലാണ്. അത് പറയുന്നുണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു ഐഡിയോളജി പ്രാക്ടിക്കലി സമൂഹത്തെ നിയന്ത്രിക്കുന്ന, സമൂഹത്തിന് പ്രൊഡക്റ്റീവായി എന്തെങ്കിലും നൽകാൻ കഴിയുന്ന ഒരു ഐഡിയോളജി ആണെന്നുണ്ടെങ്കിൽ അതിന് ചില കാര്യങ്ങളെ കൊതിപ്പിക്കുന്ന ചില കാര്യങ്ങളെ മനുഷ്യർക്ക് മുമ്പിൽ വെക്കാൻ കഴിയണം. പേടിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മനുഷ്യരെ തെറ്റായ സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിൽ നിന്ന് അകറ്റി നിർത്താൻ കഴിയണം. അപ്പോഴാണ് അതൊരു പ്രാക്ടിക്കലി വർക്ക് ചെയ്യുന്ന ഒരു ഐഡിയോളജി ആയിട്ട് മാറുള്ളൂ. അപ്പോൾ ശരിക്കും ഇസ്ലാം എന്ന് പറയുന്നത് ആ രൂപത്തിൽ കൊതിപ്പിക്കുകയും പേടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ആദർശമാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മോക്ക് ചെയ്യുമ്പോൾ, സ്റ്റേജിൽ കയറുന്ന മോക്ക് ചെയ്യുമ്പോൾ അത് ആക്ച്വലി ഇസ്ലാം എന്ന് പറഞ്ഞാൽ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഐഡിയോളജിയാണെന്ന് അദ്ദേഹം സമ്മതിക്കണം. അത് എല്ലാ നിയമവ്യവസ്ഥകളെയും എതിർക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇവൻ അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഈ അദ്ദേഹത്തിൻ്റെ വീഡിയോസും അവരുടെ ചർച്ചകളൊക്കെ തുടങ്ങുമ്പോൾ തന്നെ ഭരണഘടനയുടെയൊക്കെ ചില കാര്യങ്ങൾ ചെറിയിപ്പിക്ക് ചെയ്തിട്ടുണ്ട്. അതും എത്തീസുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല, ചെറിയിപ്പിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭരണഘടനയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവർ പലപ്പോഴും സംസാരിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഈ ഭരണഘടന എന്ന് പറയുന്നത് ഇറ്റ്സെൽഫ് വർക്ക് ചെയ്യുന്നത്, ഈ രാഷ്ട്ര സംവിധാനം ഇറ്റ്സെൽഫ് വർക്ക് ചെയ്യുന്നത് ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നത് സമൂഹത്തിന് പൊതുവെ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇറ്റ്സെൽഫ് നമ്മുടെ ഭരണകൂടവും രാഷ്ട്രവും സംവിധാനങ്ങളും പ്രാക്ടിക്കലായി വർക്ക് ചെയ്യുന്ന എല്ലാ സിസ്റ്റംസും യൂസ് ചെയ്യുന്ന ഒരു റീസണിങ് ആണ് അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ തെറ്റിലേക്ക് പോകരുത്, സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകരുത് എന്ന് പറയുന്നത്. അതിന് പേടിപ്പിക്കാൻ വേണ്ടി നമുക്ക് ജയിൽ സിസ്റ്റമുള്ള അതിനാണ്, ശിക്ഷയും പിഴവുകളും ഫൈൻസും ഈ നമ്മുടെ സിസ്റ്റമേ വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ അത്രയും ബേസിക് ആയിട്ടുള്ളൊരു സാധനത്തിന് വെച്ചിട്ട് ഇനി കൊതിപ്പിക്കുന്ന കാര്യങ്ങളുടെ കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് പാരിതോഷികങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പദവികളൊക്കെ നൽകിക്കൊണ്ട് നമ്മൾ അനുമോദിക്കാറുണ്ട്. അപ്പോൾ അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോട്ടിവേറ്റ് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള ചില തലങ്ങളുണ്ട്. അതിലൂടെ ഒരു ബെറ്റർ സൊസൈറ്റിനെ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് ഇതൊരു പ്രാക്ടിക്കലി തന്നെ മനുഷ്യനെ കൊതിപ്പിക്കേണ്ടതുണ്ട്, പേടിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളത് എല്ലാ പ്രാക്ടിക്കൽ സിസ്റ്റംസും അംഗീകരിക്കുന്നതാണ്. അത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അത് പ്രാക്ടിക്കൽ സിസ്റ്റം ആവുള്ളൂ. ആ സ്വഭാവത്തിൽ ഇസ്ലാം അത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്ത് നോക്കിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ബ്രെയിൻലെസ് ആർഗ്യുമെന്റ്സ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇസ്ലാമിൽ ഈ ദാനധർമ്മം കൊടുക്കുന്ന വിഷയം അത് നിങ്ങൾ കാണിച്ചുകൊണ്ട് ചേരുന്നത്, അത് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ പാടില്ല, അത് നിങ്ങൾ പറഞ്ഞു നടക്കരുത്, ഞാനിങ്ങനെ കൊടുത്തിട്ടുള്ള ആളാണെന്ന് പറഞ്ഞു നടക്കരുത് എന്നുള്ളത് ഇസ്ലാമിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അതേ സമയത്ത് തന്നെ ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാനധർമ്മം ചെയ്യുന്നത് പലരുടെയും എടുത്തു പറയാറുണ്ട്. കാരണം അതെന്താണ്, മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ ആവുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ പ്രശംസിക്കുകയും പബ്ലിക്കായിട്ട് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം ഈ രീതിയിൽ തന്നെയാണ് അത് പോകുന്നത് എന്നുള്ളതാണ്. നമ്മുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് മറ്റൊരാളെ കാണിക്കുക എന്നതായിരിക്കരുത്. സ്വാഭാവികമായും അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. നിയ്യത്താണ് ഒരു കർമ്മത്തിൻ്റെ ശരിയും തെറ്റിലും ഇസ്ലാം അടിസ്ഥാനമാക്കി കാണുന്നത്. അതേസമയം അതുകൊണ്ട് സമൂഹത്തിന് പൊതുവിൽ ഗുണം ഉണ്ടാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ
ആ ഗുണത്തിന് വേണ്ടിയിട്ട് നമ്മളത് പബ്ലിഷ് ചെയ്യണം എന്നുള്ളതാണ്. അതെ, ഇത് വേറൊരു ഹദീസിൽ തന്നെ വിസ്ലാസം പറയുന്നത്, ഒരു നന്മ ഒരാൾ ചെയ്യുകയും അത് കണ്ടിട്ട് വേറെ ആളുകൾ അത് അനുകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇത് തുടങ്ങി വെച്ച ആൾക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കും എന്നുള്ളതും ഒക്കെ പറയാൻ നമുക്ക് കാണാൻ കഴിയും. എന്ന് മാത്രമല്ല, ഇപ്പോൾ മനുഷ്യൻ്റെ ബൗദ്ധികതനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, സൈക്കോളജിനെ എടുത്തു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യുന്നതിനെ റിവാർഡ് സിസ്റ്റം ബേസ് ചെയ്തിട്ടാണ്. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ചില റിവാർഡ്സ് കിട്ടുന്നത് കൊണ്ടാണ്, ചില പ്ലഷേഴ്സ് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ബ്രെയിനിലൊക്കെ ഈ ഡോപ്പമിൻ ഇൻഫ്ലേഷനൊക്കെ സംഭവിക്കുന്നതുകൊണ്ടാണ് ചില കാര്യങ്ങളിലോട്ട് മനുഷ്യന് കൂടുതൽ ആകർഷണത തോന്നുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ സോഷ്യൽ മീഡിയ സ്ക്രോളിങ്ങിലൊക്കെ അത് ഭയങ്കരമായിട്ട് പങ്കുവഹിക്കുന്നുണ്ട്. അപ്പോൾ ഹ്യൂമൻ ബ്രെയിനും അതിൻ്റെ ആക്ടിവിറ്റിയും തന്നെ പിന്നെ നിയന്ത്രിക്കുന്ന ഒരു സാധനമാണ് ഈ കൊതിപ്പിക്കലും പേടിപ്പിക്കലും. നമ്മൾ ചില കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നത്, ഇപ്പോൾ വലിയ ഉയരമുള്ള സ്ഥലങ്ങളിലോട്ട് പോകുന്നത്, അതുപോലെ അപകടകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് ഭയം ഉണ്ടാകുന്നുണ്ട്. ഭയം ഉണ്ടാകാൻ കാരണം അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ ഭയവും പേടിയൊക്കെ ഈ മനുഷ്യനിൽ ഇന്നേറ്റ് ആയിട്ടുള്ളതാണ്. അത് മനുഷ്യനെ പിന്നെ നന്മയിലേക്ക് നയിക്കാനും തിന്മയിൽ നിന്ന് മാറി നിൽക്കാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അങ്ങനെയാണ് മനുഷ്യൻ തന്നെ വർക്ക് ചെയ്യുന്നത്. ആ മനുഷ്യന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളാകുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രാക്ടിക്കലായി വർക്ക് ചെയ്യുന്ന ഒരു ആദർശം അത് പറഞ്ഞേ പറ്റുള്ളൂ. സോ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഇതിനകത്ത് എന്താ ഉള്ളത്? കൊതിപ്പിക്കല പേടിപ്പിക്കൽ, ഇറ്റ്സ് ജസ്റ്റ് കോപ്പ എന്നൊക്കെ പറയുമ്പോൾ ഒരു മോക്കറി വേർഡ് എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനകത്ത് ഇൻ്റലക്ച്വലായിട്ട് എന്താ ഉള്ളത്? ഒന്നുമില്ല, ജസ്റ്റ് കോപ്പേ. ഇന്റലക്ച്വലായിട്ട് എന്താ ഉള്ളതെന്ന് രവിചന്ദ്രന്റെ വിഷയത്തിൽ ചോദിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. ഓഫ് കോഴ്സ്. അതായത് ഇദ്ദേഹം കോപ്പ എന്ന് പറയുന്നു, ഇദ്ദേഹം ചിരിക്കുന്നു, മറ്റുള്ളവർ ഇരിക്കുന്നു. പക്ഷേ ജസ്റ്റ് മീനിങ്ലെസ് ഓർ ജസ്റ്റ് ഗാർബേജ് ആർഗ്യുമെൻറ്റ് ഇത് യൂസ് ചെയ്തിട്ടൊക്കെ പിന്നെ ഇത്രയും വർഷങ്ങൾ, അതായത് ഇപ്പോൾ ഓക്കെ ഒരു സമയം ചിലപ്പോൾ ചുമ്മാ കൈ നിട്ട ആയിരിക്കാമെന്നൊക്കെ വിചാരിക്കാം. പക്ഷേ ഇത് എനിക്കൊന്ന് ഏകദേശം ഒരു 10 വർഷമൊക്കെ ആയിട്ടുണ്ടോ അദ്ദേഹം ഇത് തന്നെ ഇങ്ങനെ എല്ലായിടത്തും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു പറയുന്ന കാര്യം മണ്ടത്തരാണെന്നുള്ളത് ഒരു 4 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തിരിച്ചറിയാനുള്ള ഒരു ബോധം ഒരു മനുഷ്യനുണ്ടാവില്ലേ. അപ്പോൾ വളരെ പരിതാപകരമാണ് അദ്ദേഹത്തിൻ്റെ ഈ സ്വഭാവത്തിലുള്ള ആർഗ്യുമെൻറ്റ്സ് എന്നുള്ളതാണ്. ഇത് മോറൽ ഫിലോസഫിയിലൊക്കെ പറയുന്നൊരു വിഷയമാണ്. അതായത് മോറൽ ട്രൂത്ത്സ് ഉണ്ട്, ഇന്ന കാര്യങ്ങൾ ധാർമ്മികമായി ശരിയാണ് എന്നുള്ളൊരു മിയർ ബിലീഫിൽ നിന്ന് എന്ത് ചെയ്യില്ല, ആക്ഷൻ വരില്ല. ആക്ഷൻ എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ വേണം, എങ്കിൽ മാത്രമേ വരുള്ളൂ. ആ ബിലീഫിനോടൊപ്പം തന്നെ ആ ബിലീഫ് ചെയ്യണം എന്നുള്ളൊരു മോട്ടിവേഷൻ, എന്താണ് അത് ചെയ്യുന്നതിലൂടെ ഒരു ആത്മസംതൃപ്തി എങ്കിലും നമുക്ക് വേണം എന്നുള്ളതാണ്. അല്ലാതെ ആക്ഷൻ ചെയ്യാൻ കഴിയില്ല, മനുഷ്യർ സാധ്യമല്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഒരു വലിയൊരു വിഭാഗം മനുഷ്യർക്ക് ഇപ്പോൾ നമ്മൾ നോക്കുക, ഏത് നിയമം ആ മനുഷ്യരിലേക്ക് കൊടുക്കുമ്പോഴാണ് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുക എന്നുള്ളതനുസരിച്ചിട്ടാണ് നമ്മൾ ഐഡിയോളജീസിനെ കൊടുക്കുക. ഇപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ എത്തീസം കൊടുക്കുന്നു, നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിന് ഒരു പ്രത്യേകിച്ച് ഒരു ഗുണമില്ല, ഒരു ദോഷമില്ല, നിങ്ങൾക്ക് അതിന് ഫൈനലി പേ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതേസമയം ഇപ്പോൾ ഇസ്ലാം പോലൊരു ഐഡിയോളജി കൊടുക്കുന്നു, എന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന നന്മ തിന്മകൾക്ക് അനുസരിച്ചിട്ടുള്ള ഒരു കോൺസിക്വൻസ് നിങ്ങൾ സ്വാഭാവികമായിട്ട് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ പിന്നെ നമ്മുടെ ലൈഫിൻ്റെ പർപ്പസ് തന്നെ എന്താവുക എന്നുള്ളതാണ്, പരമാവധി ജസ്റ്റ് ആവുക എന്നുള്ളതാണ്, നീതിപൂർവമായിട്ട് അതിനോട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്, സമൂഹത്തിലെ ഏറ്റവും നല്ല ഒരു സാമൂഹ്യ ജീവിയായി മാറുക എന്നുള്ളതാണ്, മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിലും മഞ്ഞിനോടുള്ള അവകാശത്തിലും ഒക്കെ അത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ്, ഒരു എറ്റേണൽ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന ഒരു ഐഡിയോളജി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് ഓഫർ ചെയ്യാൻ, അതിനപ്പുറത്തേക്ക് പ്രാക്ടിക്കബിൾ ആയിട്ടുള്ള ഒരു ഐഡിയോളജി ഇല്ല, അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. ഇപ്പോൾ എത്തീസം എന്ന് പറയുന്നത് ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, വളരെ സമൂഹത്തിന് വേണ്ടിയിട്ട്, സമൂഹത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയൊക്കെ ശബ്ദിച്ച ഒരുപാട് മനുഷ്യരുണ്ട്. ഇപ്പോൾ എത്തീസത്തിൻ്റെ കണ്ണിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്ത് വെറും മണ്ടത്തരാണ്. കാരണം യു ഓൺലി ലീവ് വൺസ്, നിങ്ങൾ ഒരൊറ്റ പ്രാവശ്യം ജീവിക്കുള്ളൂ. അത്രയും റെയർ ഓഫ് റെയറസ്റ്റായി ലഭിച്ച ആ ഒരു ജീവിതത്തെ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട്, സ്വയം സഫർ ചെയ്തുകൊണ്ട്, എന്നിട്ട് നിങ്ങൾക്ക് ഫൈനലി ലഭിക്കുന്ന എന്താണ്? നിങ്ങൾ ജസ്റ്റ് മണ്ണായിത്തീരുന്നു. അതേസമയം നിങ്ങൾ പിന്നെ മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നു, കൊള്ളയടിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഏകാധിപതിയായി നിന്നുകൊണ്ട് നിങ്ങളുടെ ഒരുതരം സെൽഫ് പ്ലഷറിന് വേണ്ടി മാത്രം നിങ്ങൾ ജീവിക്കുന്നു. ആ സമയത്ത് നിങ്ങൾ അവിടെ ശരിക്കും നിങ്ങളൊരു 100% യുക്തിവാദിയാവുകയാണ് ചെയ്യുന്നത്. കാരണം ലൈഫ് ഈസ് റെയർ ഓഫ് റെയറസ്റ്റ്. ഇവിടെ നിങ്ങളത് ആസ്വദിച്ചില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. അപ്പോൾ പിന്നെ ഒരു മനുഷ്യന് എത്തീസം എന്നുള്ളൊരു ഐഡിയ തലയിൽ കയറിയ ഒരു മനുഷ്യന് പരമാവധി സ്വന്തം സുഖഭോഗ താല്പര്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ജീവിക്കുക എന്നുള്ളൊരു യുക്തി മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ ഹിറ്റ്ലർ ചെയ്ത് ശരിക്കും യുക്തിവാദമാണ്, സ്റ്റാലിൻ ചെയ്തത് യുക്തിവാദമാണ്, എല്ലാ ഏകാധിപതികളും അവരുടെ സുഖ താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരൊക്കെ ചെയ്യുന്നത് അവരുടെ യുക്തിവാദമാണ് അവർ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ യുക്തിവാദം ഇത്രമാത്രം ഈ കൊതിപ്പിക്കാനും പേടിപ്പിക്കാനും ഒന്നും നൽകാനില്ലെങ്കിൽ അത്രമാത്രം അതപ്പതിച്ച ഒരു ഐഡിയോളജി ആയിട്ട് അത് മാറണം. അപ്പോൾ രവിചന്ദ്രൻ ഇവിടെ പറയുന്നത് പോലെ ഈ പിന്നെ കൊതിപ്പിക്കാനും പേടിപ്പിക്കാനൊന്നും എത്തീസത്തിനകത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇറ്റ്സ് ജസ്റ്റ് ഷോസ് ദി ഇൻകംപെറ്റൻസ് ഓഫ് എത്തീസം. അത് അത്രമാത്രം ഒരു എടുക്കാൻ കൊള്ളാത്തൊരു ദുർബലമായിട്ടുള്ള ഒരു സാധനമാണെന്ന് സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. നത്തിങ് മോർ ദാൻ ദാറ്റ്. അതൊക്കെ ശരിക്കും ഒരു കൊള്ളാത്ത ആശയമാണ് തൻ്റെ കയ്യിലുള്ളത് എന്നിങ്ങനെ പരസ്യമായി പറയും, എന്നിട്ട് അതിൽ അഭിമാനിക്കുകയും എന്നിട്ട് ഉൾപ്പുളകം കൊണ്ട് ചിരിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ പരിതാപകരമായിട്ടുള്ള ബുദ്ധിയില്ലായ്മയാണെന്നുള്ളതാണ് കൺക്ലൂഷനായിട്ട് പറയാനുള്ളത്.